Hi, good morning students. How are you? Are you fine? I hope all of you fine. Okay, then we want to take our next topic in our third lesson. Okay, are you ready? Third lesson, we discussed so many formatting features. Isn't it? So many formatting features to make attract our ഡോക്യുമെൻറ്റ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിനെ നല്ല അട്രാക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ഓപ്ഷൻസാണ് നമ്മൾ തേർഡ് ലെസണിൽ പഠിച്ചത്. ആൻഡ് ദെൻ ഹിയർ അഗൈൻ വി വാണ്ട് ടു ഡിസ്കസ് സം മോർ ടോപ്പിക്സ് ഇൻ ദിസ് ലെസൺ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, header and footer. Header and footer. Header and footer option. Did you heard about this header and footer? Header help us to give attractive heading styles to our document. Okay, and footer to give any footer notes to our document. അല്ലേ? ഹെഡറും ഫൂട്ടറും ഒക്കെ നമുക്ക് എന്താ പറയുക, നെസസറി, ഇറ്റ് ഈസ് നെസസറി ഫോർ അവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റ് നെസസറി ആണ്. നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെഡർ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി എല്ലാ പേജിലേക്കും ആ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് വരും. ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ, ദെൻ all of you take your textbook and take 37. okay, page number 37. 37ാമത്തെ പേജ് എടുത്തേ. ഓക്കെ, header and footer, that is the heading. Header and footer. Header is any text or image that is placed at the top of a page. What is header? Is any text or image that is placed on the top of the page. നിങ്ങളുടെ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ പിക്ചേഴ്സിനെ, ടെക്സ്റ്റ് ഓർ പിക്ചേഴ്സ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പിക്ചറുകളോ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് സ്പെഷ്യൽ അണ്ടർലൈൻസ് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ഇറ്റ് ബിക്കം മോർ അട്രാക്റ്റീവ് ത്രൂ ദിസ് സ്റ്റൈൽ. അതായത് ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡിങ്സ് വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റാം. Header is any text or image that is placed at the top of a page. Any text or image that is placed at the top of the image is top of the page is called a header and a footer. Header, that is header at the top of the page. Page ന്റെ മുകളിൽ കൊടുക്കുന്നത് header ആണ് അല്ലേ? Any text or image that is placed at the top of your page is header. Okay, header is any text or image that is placed at the top of your page is header. Similarly, footer is anything that is placed at the bottom of a page. Footer is anything. അല്ലേ? പേജ് നമ്പർ ആവാം, ഇഫ് എനി നോട്ട്സ്, അല്ലേ? അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ടെക്സ്റ്റ് ഓർ ഇമേജ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിലോ യുവർ പേജ്. നിങ്ങളുടെ പേജിന് താഴെ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാം? ഫൂട്ടർ എന്ന് പറയും അല്ലേ? ദാറ്റ് ഈസ് ഇൻ ദിസ് സൈഡ് അല്ലേ? പേജിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എന്താ കൊടുക്കുക? ദാറ്റ് ഈസ് ഫൂട്ടർ. ആൻഡ് ഹിയർ ദാറ്റ് ഈസ് ഹെഡർ. ദാറ്റ് ഈസ് ദ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ. Header is the text or image that is placed at the top of your page, and footer is the text or image that is placed at the bottom of your page. That is header and a footer. Header or footer can be a text or picture, date, time or page number. നിങ്ങൾക്ക് എന്തും കൊടുക്കാം. അതായത് ടെക്സ്റ്റ് കൊടുക്കാം, ഇതുപോലെ എന്ത് ചെയ്യാം, ഹെഡിങ്സ് കൊടുക്കാം, നമ്പേഴ്സ് കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാം, ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലൈക്ക് എനി ഓഫ് ദീസ്. ഇവിടെ ഫൂട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ കൊടുക്കാം, ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കാം, എനി ടെക്സ്റ്റ് ഓർ ഇമേജ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
And the steps to insert header in a Word document are shown in figure 3.20. അല്ലേ 3.20 നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പിക്ചർ അല്ലേ. ദാറ്റ് ഈസ് ദ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ പ്രാക്ടിക്കൽ. അല്ലേ നിങ്ങൾ ലാബിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോയാണ് കാണുന്നത് അല്ലേ. നിങ്ങളുടെ സിസ്റ്റത്തിലെ വിൻഡോയാണ് നിങ്ങൾക്ക് ഇവിടെ പിക്ടോറിയലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹൗ വി ഇൻസേർട്ട് ഹെഡർ. ഫസ്റ്റ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ടാബ്. എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിലാണ് കേട്ടോ. ഇൻസേർട്ട് ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ടാബ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടാബ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടാബ് ഹോം ടാബ്. ഹോം ടാബിന് ശേഷമുള്ള ടാബാണ് ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ക്ലിക്ക് ഹെഡർ. ഓക്കെ ക്ലിക്ക് ഓൺ ഹെഡർ. ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് we can see header option അല്ലേ. ഹെഡർ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ഫൂട്ടർ കാണാൻ പറ്റുന്നുണ്ട്. പേജ് നമ്പർ കാണും യുവർ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചിരിക്കുക ലിങ്ക്സ് ഗ്രൂപ്പിന് ശേഷമാണ് അല്ലേ. ആൻഡ് ഇൻസേർട്ട് ടാബിലെ ഗ്രൂപ്പ്സ് നമുക്കറിയാലോ ഏതൊക്കെയാണ്? പേജസ് ഗ്രൂപ്പ്, ടേബിൾസ് ഗ്രൂപ്പ്, ഇല്ലുസ്ട്രേഷൻസ്, ദെൻ ലിങ്ക്സ്, നെക്സ്റ്റ് പേജസ് അല്ലേ. പേജ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പാണ് കേട്ടോ. ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പ്. ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലാണ് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ ഇത്രയും ഓപ്ഷൻസ് ഉള്ളത് ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലാണ്. ഓക്കെ നെക്സ്റ്റ് ടെക്സ്റ്റ് ഗ്രൂപ്പാണുള്ളത്. നെക്സ്റ്റ് എഡിറ്റിംഗ്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പ്സ് ആണുള്ളത്. ഓക്കെ പേജ് ഇൻസേർട്ട് ടാബിൽ ലിങ്ക്സ് ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള ഗ്രൂപ്പായ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ ഹെഡറിൽ ക്ലിക്ക് ചെയ്യാം. ഹെഡർ ഏത് ഗ്രൂപ്പിലാണുള്ളത്? ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലാണ് ഹെഡർ ഉള്ളത്. ക്ലിക്ക് ഓൺ ഹെഡർ ഓപ്ഷൻ. ഹെഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ചൂസ് എ സ്റ്റൈൽ ഫോർ ദി ഹെഡർ. ഹെഡറിന് വേണ്ട സ്റ്റൈലുകൾ ഓപ്പൺ ചെയ്ത് വരും. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വരും. സെലക്ട് യുവർ സ്റ്റൈൽ. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ദ ഹെഡർ അപ്പിയേഴ്സ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി പേജ്. ടൈപ്പ് ദി ടെക്സ്റ്റ് ദാറ്റ് യു വിഷ് ടു സെറ്റ് ആസ് ദി ഹെഡർ. നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹെഡിങ്സ് ആണെങ്കിൽ ഹെഡിങ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇഫ് യു വാണ്ട് എനി ടെക്സ്റ്റ് ഓർ ഇമേജ് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ടു ഇൻസേർട്ട് ഹെഡർ ഇൻ യുവർ ഡോക്യുമെൻറ്റ് അല്ലേ. ഹെഡർ നിങ്ങളുടെ വിൻഡോയിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ്. ഇൻസേർട്ട് ടാബ് മറക്കരുത്. ഇൻസേർട്ട് ടാബിലാണ്. ഇൻസേർട്ട് ടാബിൽ ഏത് ഗ്രൂപ്പിലാണ്? ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ ഹെഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ there we can see a number of header styles അല്ലേ. അതായത് we can see a drop down list of ഹെഡറിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാൻ പറ്റും. ആൻഡ് സെലക്ട് എനി ഓഫ് ദി സ്റ്റൈൽ. ദെൻ ഇഫ് യു വാണ്ട് എനി ടെക്സ്റ്റ് ടൈപ്പ് ഓൺ ദി ടെക്സ്റ്റ് ദാറ്റ് ഈസ് ഓൺ യുവർ ടോപ്പ് ഓഫ് ദി വിൻഡോ. നിങ്ങളുടെ വിൻഡോയുടെ ഏറ്റവും മുകളിലായിട്ടത് ഷോ ചെയ്യും. ദാറ്റ് ഈസ് ഹെഡർ. ദെൻ നെക്സ്റ്റ് ഫൂട്ടർ അല്ലേ. ഫൂട്ടർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? നെക്സ്റ്റ് ഓപ്ഷൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഫൂട്ടറാണ്. ഹെഡർ ആൻഡ് ഫൂട്ടറിലെ ഇൻസേർട്ട് ടാബിലെ ഇൻസേർട്ട് ടാബ് ഫൂട്ടർ ഏത് ഗ്രൂപ്പിലാണ്? ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലെ ഫൂട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ദി ഇൻസേർട്ട് ടാബ്. ക്ലിക്ക് ഓൺ ഫൂട്ടർ. ദി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓപ്ഷൻ. Footer also have a list of items അല്ലേ. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവിടെ ഷോ ചെയ്യും. ഓർ we can see a drop down menu അല്ലേ. ഡ്രോപ്പ് ഡൗൺ മെനു ഷോ ചെയ്യുന്നുണ്ട്. ആൻഡ് സെലക്ട് എനി ഓഫ് ദി സ്റ്റൈൽ. ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഫൂട്ടർ. ഓക്കെ ദിസ് ഈസ് ദി ഓപ്ഷൻ ഓഫ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇറ്റ് മേക്സ് യുവർ ഡോക്യുമെൻറ്റ് മോർ അട്രാക്റ്റീവ്. ഓക്കെ
header and footer. The header, first header is the text or image that is placed at the top of your page. Then footer is the text or image that is placed at the bottom of your page. Okay, that is header and footer. Header and footer insertable ആണുള്ളത്, that you didn't forget. Then next, page number. Next option, page number. Page number that we can see in this header and footer group. Header and footer ഗ്രൂപ്പിൽ header ഓപ്ഷനും footer ഓപ്ഷനും ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, there is page number. അല്ലേ? പേജ് നമ്പർ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഓർ സെറ്റ് ഇൻ ഹെഡർ. ഹെഡറിൽ ഒരുപാട് സ്റ്റൈലുകളുണ്ട് പേജ് നമ്പർ, അങ്ങനെ സെറ്റ് ചെയ്യാം. ഫൂട്ടറിൽ വേണമെങ്കിൽ ഫൂട്ടറിൽ സെറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പേജ് നമ്പറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ പേജ് നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പേജ് നമ്പർ, ഇഫ് യു വാണ്ട് ഓൺലി പേജ് നമ്പേഴ്സ് ഇൻ എ ഡോക്യുമെൻറ്റ്, പേജ് നമ്പേഴ്സ് മാത്രം മതിയെങ്കിൽ, ആൻഡ് നോട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ, ഫൂട്ടറും ഹെഡറും ഒന്നും ആവശ്യമില്ല, യു ക്യാൻ യൂസ് പേജ് നമ്പർ. നമുക്ക് എന്ത് ചെയ്യാം? പേജ് നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേജ് നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ വി ക്യാൻ സീ എ ഡ്രോപ്പ് ഡൗൺ ആരോ, അല്ലേ? പേജ് നമ്പർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനു നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സെലക്ട് എനി ഓഫ് ദി ഓപ്ഷൻ, അതായത് പേജ് നമ്പർ എവിടെയൊക്കെ ഷോ ചെയ്യണം. പേജ് നമ്പർ അറ്റ് ദി ടോപ്പ്, സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുക. പേജ് നമ്പർ ഹെഡിങ് ആയിട്ട് നമുക്ക് ഷോ ചെയ്യണമെങ്കിൽ, അപ്പോൾ സെലക്ട് എനി ഓഫ് ദി സ്റ്റൈൽ. ദെൻ നെക്സ്റ്റ്, പ്രിൻറ്റിങ് എ ഡോക്യുമെൻറ്റ്. Printing a document. How to print a document? Print that we already discussed and studied. അല്ലേ? പ്രിന്റ് എങ്ങനെ ചെയ്യാൻ നമുക്കറിയാം. പ്രിന്റ് ഓപ്ഷൻ ദാറ്റ് ഈസ് ഓൺ ഫയൽ ടാബ്. നമ്മുടെ ഫയൽ ടാബിലില്ലേ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലേ? പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സീ എ ഡയലോഗ് ബോക്സ്. ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരില്ലേ? അവിടെ നമുക്ക് എത്ര കോപ്പികൾ വേണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആദ്യം. ദെൻ printing a document. Listen, printing a document after applying various types of formatting to the document. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിലേക്ക് നിങ്ങൾ എല്ലാ അട്രാക്റ്റീവ് സ്റ്റൈലുകളും കൊണ്ടുവന്നു, എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡോക്യുമെൻറ്റിനെ പ്രിൻ്റ് എടുക്കണം, അല്ലേ? യു ക്യാൻ ഓൾസോ പ്രിൻ്റ് എ ഹാർഡ് കോപ്പി ഓർ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓൺ ദി ഡോക്യുമെൻറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് വേണം, അല്ലേ? ഓക്കെ, ഷോ ദി സ്റ്റെപ്സ് ദാറ്റ് നീഡ് ടു ബി ഫോളോഡ് ടു പ്രിൻറ്റ് എ ഡോക്യുമെൻറ്റ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഏത് ടാബിലാണുള്ളത്? ദാറ്റ് ഈസ് ഓൺ ഫയൽ ടാബ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൺ പ്രിൻറ്റ് ഓപ്ഷൻ ഉള്ളത് ഫയൽ ടാബിലാണ്. ഫയൽ ടാബ്, ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ടാബിൽ എന്തുണ്ട്? പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലേ? ക്ലിക്ക് ഓൺ പ്രിന്റ്. പ്രിന്റിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ പ്രിന്റ്. ദെൻ സെറ്റ് ഈച്ച് സെറ്റിംഗ്സ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു യുവർ നീഡ്. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെ? പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു 50 പേജസ് ഉണ്ട്. 50 പേജ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു യു നീഡ് ഓൺലി 10 പേജസ്, അപ്പോൾ അവിടെ 10 കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂ അവിടെ ഷോ ചെയ്യുന്നുണ്ട്. ആ പ്രിൻറ്റ് പ്രിവ്യൂ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിക്ക് ഓൺ പ്രിൻറ്റ്. ദെൻ സെറ്റ് ഈച്ച് സെറ്റിംഗ്സ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു യുവർ നീഡ്. സ്പെസിഫൈ നമ്പർ ഓഫ് കോപ്പീസ്. നമ്പർ ഓഫ് കോപ്പീസ് എവിടെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത് അവിടെ ഷോ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ഒരു ഡയലോഗ് ബോക്സ് ആണ് നമ്മുടെ വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വരിക പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് അവർ ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്. ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്, അല്ലേ? അതായത് നമ്മളെ വേർഡ് ഡോക്യുമെൻറ്റിനെ, നമ്മൾ എഴുതിയ ടെക്സ്റ്റിനെ, നിങ്ങളിപ്പോൾ ഒരു കഥ എഴുതി, ഇഫ് യു റൈറ്റ് എ സ്റ്റോറി ഓർ ആൻ ആർട്ടിക്കിൾ ഓർ എനി പോയംസ്, അല്ലേ? എന്താണോ നിങ്ങൾ ടൈപ്പ് ചെയ്തത്, ആ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ എങ്ങനെയെല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കി മാറ്റാം, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്, അല്ലേ?
ഫസ്റ്റ് നമ്മൾ ലൈൻ സ്പേസിങ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഹൗ ടു പുട്ട് ലൈൻ സ്പേസിങ് ബിറ്റ്വീൻ ഓർ സ്പേസിങ് ബിറ്റ്വീൻ ഈച്ച് ലൈൻസ് that we discussed. Then paragraph spacing. പാരഗ്രാഫിനെ എങ്ങനെ സ്പേസ് ചെയ്യാം, എന്താ പറയുക, വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇൻഡൻറ്റ് അല്ലേ? ഇൻഡൻറ്റ് സെറ്റ് ചെയ്യുന്നത്, അതായത് മാർജിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ദാറ്റ് ഓൾസോ വി ഡിസ്കസ്ഡ്. ദെൻ പേജ് ഓറിയൻറ്റേഷൻ ഓൾസോ ഡിസ്കസ്ഡ് അല്ലേ? ദാറ്റ് ഈസ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. ദെൻ watermark, then custom watermark, then page borders, then page shading, then inserting columns and column break, then header and footer, then page number, then after at last how to print our document. Okay, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി നമുക്ക് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പിംഗ് സ്പീഡിലുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ആണ് നമ്മളതിനെ ഫോർമാറ്റിങ്സ് ചെയ്യാം കേട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഫോർമാറ്റിങ്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലൈൻ സ്പേസിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ പാരഗ്രാഫുകളായിട്ട് തിരിക്കാം അല്ലേ? പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പേജ് ബോർഡർ സെറ്റ് ചെയ്യാം, പേജ് കളർ സെറ്റ് ചെയ്യാം, ആൻഡ് ഹെഡിങ് സ്റ്റൈലുകൾ കൊടുക്കാം അല്ലേ? ആൻഡ് ഫൂട്ടർ ഓൾസോ, പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ സെറ്റ് ചെയ്യാം. ആൻഡ് വാട്ടർമാർക്ക് ഓൾസോ, പേജ് മാർജിൻ, ഇത്രയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ടേക്ക് പ്രിൻ്റ് ഔട്ട്സ്. ഇൻ വിച്ച് ടാബ്? പ്രിൻ്റ് ഓപ്ഷൻ ഉള്ളത് ഏത് ടാബിലാണ്? ഫയൽ ടാബ് അല്ലേ? ഓരോന്നിൻ്റെയും ടാബുകൾ സ്പെഷ്യലി ഓർമ്മിക്കുക. ആൻഡ് പ്രിൻ്റ് ഓപ്ഷൻ ഈസ് ഇൻ ഫയൽ ടാബ്. ആൻഡ് ഇൻസേർട്ട് ടാബിൽ എന്താണുള്ളത്? ഹെഡർ ആൻഡ് ഫൂട്ടർ അല്ലേ? ഹെഡർ ആൻഡ് ഫൂട്ടർ. ആൻഡ് അതേഴ്സ് ഇൻ പേജ് ലേഔട്ട് ടാബ്. ഓക്കെ, ഓൾ ഓഫ് യു read your text very well. There is the pictorial representation of your വിൻഡോ അല്ലേ? വിൻഡോയുടെ ചിത്രങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾ ഓഫ് യു ലിസൺ ദാറ്റ്. ദെൻ റീക്യാപ്പ് കോർണർ. റീക്യാപ്പ് കോർണർ ഒന്ന് നോക്കൂ. അത് നമ്മൾ ഇത്രയും പഠിച്ചത് എന്താണെന്ന് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. I just read that. Line spacing is a vertical space between two adjacent lines of a paragraph. എന്താണ് ലൈൻ സ്പേസിംഗ്? വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ലൈൻസ് ഓഫ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിലെ രണ്ട് ലൈനുകൾക്കിടയിൽ എന്ത് വരാൻ വേണ്ടിയിട്ടാണ്? സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ പാരഗ്രാഫ് സ്പേസിംഗ്. Paragraph spacing is used to set a space between two paragraphs. Then indents set the starting and end points for lines in a paragraph. Indents set a starting and end points for lines in a paragraph. Then the blank white space left on all sides of a printed page are called page margin. Page margin എന്താണ്? Then page orientation is of two types, portrait and a landscape. Then watermark is a faint imprint behind the text on every page in a document. Then header and footer appear on the top and the bottom respectively of every page. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. And after that, all of you listen to your page number 39. Page number 39. Tick the correct answer. Tick the correct answer. Do you have? Line spacing is the vertical space between two lines, two paragraphs, two pages.
Which is the answer? 2 lines. Yes, 2 lines. Then, how many types of indents are there in MS Word 2010? How many types of indents are there in MS Word 2010? 3, 4, 5. എത്ര type indents ഉണ്ട്? There are 4 types of indents. Which are they? Which are the 4 types of indents? Indents നമ്മൾ പഠിച്ചതാണ്. Which are the 4 types of indents? Left, right, first line, hanging. Left indent, right indent, first line indent and hanging indent. There are 4 types of indents. Then third, it sets the end point to all lines of a paragraph. It sets the end point of all lines of a paragraph. Which set? ഏതാണ്? Left indent, hanging indent, first line indent. End point of all lines of a paragraph. Did you get? End points. End point set ചെയ്യാൻ നമ്മൾ ഇതിൽ ലെഫ്റ്റ് ഇൻഡന്റ് അതിനാണോ യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഇൻഡന്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദി ഫസ്റ്റ് അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ലെഫ്റ്റിലാണ്. അപ്പോൾ ലെഫ്റ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഹാങ്ങിങ് ഇൻഡന്റ് ആണോ? No, it is used to set the first line of each paragraph. Then first line indent, first line മാത്രം സെറ്റ് ചെയ്യാനാണ്. And then end point, അതിൻ്റെ ഓപ്ഷൻ അവിടെ കാണുന്നുണ്ടോ? No, maybe it first starting point or right line indent, right indent ആണ് ആൻസർ. Third one answer, right indent. Then which of the following feature appear on every page? Watermark, header, both of these appears on every page. Which option? Header. Then the outline given to a page is called a page border. Then the hard copy of a document is called a hard copy of a document. That is printout. Then fill in the blanks. Dash indent sets the starting point of all lines of a paragraph. Which indent? Left indent. Okay. Then you can increase or decrease indents from the dash group in dash tab. Indents from the dash group in dash tab. ഏത് ഗ്രൂപ്പിലാണ് ഇൻഡൻസ് ഉള്ളത്? ഏത് ടാബിലാണ് ഇൻഡൻസ് ഉള്ളത്? ഏത് ഗ്രൂപ്പിലാണ്? ഏത് ടാബിലാണ്? All of you read your lesson and home tab paragraph group. Okay, paragraph group in home tab. Then dash is the blank white space left on all sides of a printed page. That is the page border. Page margin. Okay, page margin. Then in dash orientation setting, the document is printed horizontally. That is horizontal printing is in landscape.
Then to make text begin from a new column, insert. To make text begin from a new column, insert column break. Okay, insert column break. Then identify the icons. All of you listen to your textbook and do this. Name of icon and tab. Tab you may write. Okay, then we want to write the question answers. What is page margin? Then how do you change the orientation of a page? Write the difference between each of the following. Then what is a watermark? How do you set a picture as a watermark? How would you fill color in a page? What are the steps to insert header in a Word document? How would you insert columns in your Word document? Then last there is a discussion. Discuss the different situations of using portrait and landscape orientations in Word document. And there are so many lab activities also there that we want to do after opening our school. Okay. Okay, all of you listen. This is your question answers. First question, what is page margin? And listen, first question answer is here. Page margin is the blank white space left on all sides of a printed page. Then second question, how to change the orientation? To change the orientation of a Word document, click on page layout tab, click on orientation, click on portrait or landscape. Then third question, that is the difference between the following, that is line spacing and paragraph spacing. Line spacing is a vertical space between two adjacent lines of a paragraph. Then paragraph spacing refers to the vertical space before and after a paragraph. Then next line indent, that is first line indent. The difference between first line indent and hanging indent. First line indent sets the starting point of the first line of a paragraph. Starting point of first line of a paragraph set first line indent use. Then hanging indent sets the starting point of all lines. Starting point of all lines. That is the difference of except first line. First line ഒഴികെ ബാക്കി എല്ലാ ലൈൻസിന്റെയും ഇൻഡന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാങ്ങിങ് ഇൻഡന്റ് യൂസ് ചെയ്യുന്നത്. That is the difference between the two. Then third, what is the difference between portrait and landscape? Portrait, the document is printed vertically, and while the landscape document is printed horizontally. And these are the difference between these. And next, fourth question, what is a watermark and how do you set a picture as a watermark, and how would you fill color in a page? What are the steps to insert a header in a Word document? Then how would you insert columns in your Word document? 3 questions are that I will give you later. Okay, all of you write these answers. Okay.